അതായത് നമ്മൾക്ക് വി കനോട്ട് ഫൈറ്റ് അഗെയിൻസ്റ്റ് നേച്ചർ, അതൊരു ആദ്യത്തെ ഘടകം. നമ്മൾക്ക് അവിടെ കിട്ടിയിരിക്കുന്ന ഡൈവിംഗ് ടീം വളരെയധികം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടീമാണ്. ഏത് ഭാഗത്തുനിന്നായാലും രണ്ട് ഭാഗത്തുനിന്നായാലും ഉള്ളത്. പക്ഷെ ഇത്രയും അടിയൊഴുക്കുള്ളതിൽ നമുക്കൊന്നും പിടിക്കാനോ പോവാനോ സ്വിമ്മിങ് ചെയ്യാനോ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം, അതായത് റിവർ സൈഡിലാണ് ഇപ്പം കൂടുതലായിട്ട് കുത്തൊഴുക്ക് കാണുന്നത്. അപ്പൊ ആ ഭാഗം നമ്മൾ അന്ന് പറഞ്ഞ മാതിരി ഒരു തടയണ വെച്ചിട്ട് അതിനെ നിയന്ത്രിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇവിടെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന് എത്രമാത്രം സാങ്കേതികമായിട്ട് കഴിയുമെന്ന് എനിക്കറിയില്ല. അതാണ് ഒരു മാർഗമുള്ളൂ. കാരണം തുടർച്ചയായിട്ടുള്ള അടിയൊഴുക്കാണ് വരുന്നത്. സാധാരണ ഞാൻ കഴിഞ്ഞ അതിലൊക്കെ പറഞ്ഞത്, നമുക്ക് വേലിയേറ്റവും വേലിയേർക്കൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഒരു സ്ലാക്ക് വാട്ടർ കിട്ടും. ആ സമയത്ത് കുറെ സമയം നമുക്ക് ഡൈവിങ്ങിന് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ കണ്ടത് ഇപ്പൊ ഇത്രയും ദിവസമായിട്ടും ഒരു തരത്തിലും നമുക്ക് ആ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കാണുന്നില്ല. ഒരേ സ്പീഡിലാണ് ഈ വെള്ളത്തിന്റെ ഒഴുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡൈവറിന് അവിടെ എത്താനുള്ള വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും ഒരു സ്ലാക്ക് വാട്ടർ അവർ വെയിറ്റ് ഒക്കെ ഇട്ട് നോക്കിയിരുന്നു, പക്ഷെ അതൊന്നും കഴിയുന്നില്ല എന്നാണ്. ആ സൈറ്റിലുള്ളവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. അതിനോടൊക്കെ നമ്മൾ യോജിക്കുന്നു. ഒരു ഡൈവർ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളാണ്. ഏതെങ്കിലും തരത്തിലൊരു സ്ലാക്ക് വാട്ടർ കിട്ടുകയോ അല്ലെങ്കിൽ നമുക്ക് തടയണ കുറച്ചുകൂടി മുന്നോട്ട് നിൽക്കാം. ശ്രദ്ധിച്ച ആ വീഡിയോയിലേക്ക് നോക്കിയാൽ അറിയാം, കറക്റ്റായിട്ട് നമ്മളെ ആ സൈഡിൽ കൂടിയാണ് വെള്ളം വരുന്നത് സ്പീഡില്. ആ സെന്ററിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ അത്ര ഇതായിട്ട് കാണുന്നില്ല, കുറച്ച് കുറവാണ് അവിടെ അതിന്റെ ഒഴുക്ക് കാണുന്നത്. അപ്പോൾ അതിനൊരു തടയണയ്ക്കുള്ള എന്തെങ്കിലും സംഗതികൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഈ ഓപ്പറേഷന് ഏറ്റവും നല്ല ഒരു സേഫ്റ്റി മെത്തേഡ്. അല്ലാതെ ഡൈവർ അവിടെ എത്തിപ്പെടാൻ, ഇങ്ങനെ ഒരു ഒഴുക്കിൽ എത്തിപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. എത്തിക്കഴിഞ്ഞാലും കറക്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾക്കത് ഒരു കാര്യമായിട്ടുള്ളത്. 1.5 നോട്ട് വരെ ഒരു ഡൈവറിന് വെള്ളത്തിനടിയിൽ മൂവ് കറക്റ്റായിട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ സ്ലോ ആയിരിക്കും. 2.5 കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, നമ്മൾ പൊങ്ങിപ്പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് അത് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ ഒഴുക്കിനെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തി ഈ ഓപ്പറേഷൻ സക്സസ് ആക്കാനാണ് ശ്രമിക്കേണ്ടത്. അത് ഒരുപക്ഷെ അവിടുന്ന് നേവൽ ഓഫീസേഴ്സും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നെങ്കിൽ. അതാണിപ്പോ നേരത്തെ ഞങ്ങൾ രാഹുൽ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തത്, ആ ഒരു ശ്രമം നടന്നു. പക്ഷെ അത് അത്രത്തോളം അവിടുത്തെ ഒരു നദിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ആ ഒരു ഗതിമാറ്റലും അങ്ങനെ പ്രായോഗികമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ നമുക്ക് പ്രകൃതിയോട് ഏറ്റുമുട്ടാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിന് നമ്മളൊരു പക്ഷെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? മറ്റ് സംവിധാനങ്ങളില്ല. അത് പിന്നെ ക്രെയിന് വെറുതെ ഹുക്ക് ഇട്ടിട്ട് നമ്മള് അത് അക്യുറേറ്റ് അല്ല. ക്രെയിന് ഹുക്ക് ഇറക്കിയിട്ട് ഹുക്കി നോക്കുക, അതൊക്കെ നമുക്കത് അർജുനെ അതിനകത്തുനിന്ന് പുറത്താക്കണം എന്നുള്ള ഒരു ഇതാണല്ലോ. എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ അത് രണ്ടും വ്യത്യസ്തമായി മാറിപ്പോയോ? 3 സിഗ്നലാണ് കിട്ടുന്നതെന്ന് പറയുന്നു. അപ്പോൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും വേറെ വേറെ ആയോ എന്നൊക്കെ സംശയം വരുന്നുണ്ട്. അപ്പം ഒന്നിച്ചാണെങ്കിൽ ഒന്നിച്ചല്ലേ കിട്ടേണ്ടത് ഒരു സിഗ്നല്? അത് കിട്ടിയിട്ടില്ല. ഇന്നലെ പറഞ്ഞ ഇതിലൊക്കെ ചരിഞ്ഞിട്ടാണ് കിടക്കുന്നത്, നേരെയാണ്, പല സംശയങ്ങളും വന്നിരുന്നു. പക്ഷെ അതൊക്കെ ഡൈവർ ഒരു പ്രാവശ്യം അവിടെ ചെന്ന് ഒരു ഇൻസ്പെക്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ. സാർ, എൻ്റെ ഓഡിയോ നമുക്ക് നഷ്ടമായിരിക്കുന്നു. എന്തായാലും അദ്ദേഹം കൃത്യമായി പറയുകയായിരുന്നു. ആദ്യം പറഞ്ഞ അല്ലെങ്കിൽ ഒരു അതെ, അവര് നോക്കുന്നത് എന്താന്ന് വെച്ചാല് കല്ലൊക്കെ ഇട്ട് നോക്കുന്നതിന്റെ അർത്ഥം ഒഴുക്കിനെ എത്രമാത്രം ഒഴുക്ക് എത്രമാത്രം എഫക്ട് ചെയ്യും എന്നുള്ളതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ലാക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും അവർ അതിന് അറ്റംപ്റ്റ് ചെയ്ത് അത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു പിക്ചർ കിട്ടിയാൽ നമുക്ക് പ്ലാൻ ചെയ്യാം. അത്രമാത്രമേ ഇത് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 5 മണിക്ക് ശേഷം സംയുക്ത സേനയുടെ ഒരു ബ്രീഫിംഗ് ഉണ്ടാകുമെന്നാണ് ഈ കാര്യത്തിൽ. അങ്ങ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് അങ്ങ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ പ്രകൃതി അല്ലെങ്കിൽ പുഴ ഒരു തരത്തിലും ഒരു അനുകൂല സ്ഥിതി അല്ലെങ്കിൽ നാളെയും നമുക്കങ്ങനെ ഇറങ്ങി പരിശോധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെയെങ്കിൽ എന്തായിരിക്കും അടുത്തൊരു തീരുമാനം വരാൻ സാധ്യത? തീരുമാനം നമ്മളിപ്പം ഇത് തടയണ വെക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്നും കൂടി ആലോചിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അത് ഒഴുക്കിന് നിൽക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ സാൻഡ് ബാഗോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ബ്ലോക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. അല്ലെങ്കിൽ നമ്മള്
ഇത് ഇങ്ങനെ ഇതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ പറയുന്നത് ലൈറ്റ് സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു വെക്കണം. രാത്രി അഥവാ എന്തെങ്കിലും നമുക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് ലൈറ്റ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ നമുക്ക് കിട്ടിയ ലൊക്കേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഫ്ലഡ് ലൈറ്റ് 2 3 എന്തായാലും വെക്കണം. ഏതെങ്കിലും തരത്തില് നമ്മൾക്ക് അങ്ങനെ ഒരു സ്ലാക്ക് വാട്ടറിന്റെ ഒരു ഇത് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ഒരു അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് രാത്രി ആണെങ്കിലും ചെയ്യാം. നൈറ്റ് ഡൈവിംഗ് ഒക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. നേവി ആണ് അവർ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതും കൂടി ഒരു സംവിധാനം ചെയ്തു വെക്കുന്നത് നല്ലതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനത്തെ ഒരു സമയം കിട്ടുകയാണെങ്കിൽ 1 2 ഡൈവ് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്താം. എന്തായാലും ഒരു ഡൈവ് കറക്റ്റ് ഇൻസ്പെക്ഷന് ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ നമ്മളിപ്പോൾ ഇന്ന് 10ാം ദിവസമാണ്. ഇതുവരെ അങ്ങനെ രാത്രി അധികം നേരത്തേക്ക് ഈ തിരച്ചിലൊന്നും നമ്മൾ ഇതുവരെ പോകുന്നത് കണ്ടിട്ടില്ല. അത് അവിടുത്തെ കാലാവസ്ഥ പരിഗണിച്ചാണ് അങ്ങനെ നേരത്തെ നിർത്തുന്നതെന്ന് തന്നെയാണ് അറിഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ ലൈറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ പോലും അതും വലിയ പ്രശ്നമായിരിക്കും എന്നാണ് തോന്നുന്നത്, അല്ലേ? അല്ല, കാലാവസ്ഥ ശരിയാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാം. മഴയില്ലാതിരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ളത് കാറ്റ് മഴ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ അതിന്റെ റിവറിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതാണ് ഞാൻ പറയുന്നത്, അത് ചെയ്യാവുന്നതാണ്. അത് ഏതായാലും അവര് സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ നേവി. അപ്പൊ നേവിന്റെ നമ്മളെ ഫോഴ്സും ഉണ്ട്, ആർമി. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ അവർക്ക് തോന്നുകയാണ് ഇപ്പൊ ഒരു അറ്റംപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ലൈറ്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാം സജ്ജീകരിച്ച് വെക്കുന്നത് ഏറ്റവും നന്നായി. ഇനി ഇപ്പോൾ നിലവിലുള്ള മറ്റ് സംവിധാനങ്ങൾ, ഇപ്പോൾ ആളുകളുടെ എണ്ണമായാലും അല്ലെങ്കിൽ നേവി ഉപയോഗിച്ചിട്ടുള്ള ആർമിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡ്രോൺ സംവിധാനങ്ങൾ, അതൊക്കെ അതിൻ്റെ ഒരു മാക്സിമം നിലവിൽ നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ? ഇതിനപ്പുറത്തേക്ക് ഇനി ആ സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ടതായി എന്തെങ്കിലും ഉണ്ടോ? ഇത് ഇന്ന് ചെയ്തിരിക്കുന്ന ഡ്രോൺ ഇൻസ്പെക്ഷൻ തന്നെ ഏറ്റവും മേജർ ജനറൽ സാബിന്റെ അതിന്റെ വളരെയധികം പ്രകീർത്തിക്കേണ്ടതാണ്. നമ്മളൊക്കെ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത് ഇങ്ങനെ ഒരു സംഭവം. വളരെയധികം അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് അത്രമാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്കൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പം ഡൈവിംഗ് ആണ് മെയിൻ ഇതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പൊ ഡൈവിങ്ങിന് ഈ ഒരു കാലാവസ്ഥേന്റെ ഒരു പ്രശ്നം വരുന്നത് കൊണ്ടും ഒഴുക്കിന്റെ ഒരു ഇതുകൊണ്ടാണ് ഇപ്പൊ പ്രശ്നം വരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഞാനത് 2 3 ചാനലിൽ പറഞ്ഞിരുന്നു. അവര് വെതർ ഫോർകാസ്റ്റ് എടുത്തിട്ട് നോക്കിയിരുന്നു അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടോ, ഒരു സ്ലാക്ക് വാട്ടർ വരുന്ന ഏതെങ്കിലും സമയം ഒരു ദിവസത്തിൽ. ശരിക്കും സാധാരണഗതിയിൽ 6 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു സ്ലാക്ക് വാട്ടർ വരേണ്ടതാണ്. അത് അരമണിക്കൂറായിരിക്കാം, 1 മണിക്കൂറായിരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ 6 മണിക്കൂർ വരെ പിന്നെ അത് ഒഴുക്ക് മാറി വ്യതിയാനം മാറും. ലോ വാട്ടറും ഹൈ വാട്ടറും അങ്ങനെ മാറി മാറി കളിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആ ഗ്യാപ്പ് കിട്ടുന്നത് 2 മണിക്കൂറോ, ചില സ്ഥലത്ത് 3 മണി, ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടാണ് ഇത് വരുന്നത്. പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ ആ ഒഴുക്ക് കൂടും. അപ്പൊ അതുകൊണ്ട് അതും കൂടി നിരീക്ഷിച്ചുകൊണ്ടായിരിക്കണം ഇതിന്റെ ഓപ്പറേഷൻ. ലൈറ്റ് സംവിധാനം ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അറ്റംപ്റ്റ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ചെയ്യാം. അത് ലൈറ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് നീൽ വിസിബിലിറ്റി ആണ്, പിന്നെ അവിടെ ഡെബ്രീസ് ഒരുപാടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. ഈ നമ്മൾ ഡ്രോണിൽ കിട്ടിയതിനെക്കാട്ടും ഒരുപക്ഷെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഫൗളാവാൻ സാധ്യതയുണ്ട് ഡൈവേഴ്സ്. അതുകൊണ്ട് അവർ ലൈഫ് ലൈനുമായിട്ടാണ് പോകുന്നത്. അതെവിടെയും ഫൗളായി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടുണ്ട്. അതും കൂടി നമ്മൾ കണക്കിലെടുത്തിട്ട് ഈ സംവിധാനങ്ങൾ ചെയ്തു വെക്കുന്നത് ഏറ്റവും നന്നാവും. അവർക്ക് അങ്ങനെ ചെയ്യണമെന്ന ഒരു സിറ്റുവേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മളത് ഉപേക്ഷിക്കാൻ പാടില്ല. അതാണ് ഞാൻ പറയുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ഉണ്ണി. അദ്ദേഹം കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. എങ്ങനെ ഒരു അഡീഷണൽ സംവിധാനം കൂടി ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ രാത്രിയിൽ നമുക്ക് അങ്ങനെ ഒരു ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യം രൂപപ്പെട്ടാൽ നമുക്ക് അതുകൂടി ഒരു ശ്രമം നടത്താമെന്ന് കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്.